ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹെയർ മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണല്ലോ. അപ്പോൾ ഈ ഒരു ചൂടിൽ നമ്മുടെ മുടി നല്ല പോലെ ഡ്രൈ ആവാനും അതുപോലെ തന്നെ പൊട്ടിപ്പോകാനും ചകിരി പോലെ ആവാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. മുടി കൊഴിച്ചിൽ വരാനും താരൻ കൂടാനും ഒക്കെ ഉള്ളൊരു ചാൻസാണ് ഇപ്പോൾ. കാരണം ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റിലും നല്ല പോലെ പൊടി പടലങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പൊടിയൊക്കെ നമ്മുടെ തലയോടിലൊക്കെ നല്ല പോലെ പറ്റി പിടിച്ചിട്ട് താരനുണ്ടാവും. അതോടൊപ്പം താരൻ്റെ ചൊറിച്ചിൽ വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ പറ്റിയ ഏറ്റവും നല്ലൊരു ഹെയർ മാസ്ക് ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ മുടി എങ്ങനെയൊക്കെയാണ് വാഷ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും. മുടി നല്ലപോലെ സോഫ്റ്റ് ആവും, സ്മൂത്ത് ആവും, നല്ല സിൽക്കി ആയിട്ടിരിക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പഴം എടുക്കുക. ഏത് പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ചെറിയ പഴമോ നേന്ത്രപ്പഴമോ റോബസ്റ്റ പഴമോ ഏത് വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് കുറച്ച് കട്ടൻ ചായ കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് ഇത് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ നമ്മുടെ മുടിയിൽ ഇട്ട് കൊടുത്താൽ മുടി നല്ല പോലെ സ്മൂത്താവും, നല്ല സോഫ്റ്റ് ആവും, സിൽക്കി ആയിരിക്കും. എന്നാൽ നമുക്കിതിലേക്ക് 2 സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് എന്ന് വെച്ചാൽ ഒന്ന് വെളിച്ചെണ്ണയാണ്, ഒന്ന് ആവണക്കെണ്ണയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് തന്നെ കുറച്ച് ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു തുള്ളി ഒഴിച്ചു കൊടുത്താൽ മതി. അതേപോലെ തന്നെ അതേ അളവിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ വയ്ക്കുക. അതിന് മുൻപായിട്ട് ഇനി ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഫസ്റ്റ് നമ്മൾ പച്ച വെളിച്ചെണ്ണ മുടിയിലിട്ട് കൊടുക്കുക. ഈ ഒരു പച്ച വെളിച്ചെണ്ണ മുടിയിൽ നല്ല പോലെ പിടിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ തലയോട്ടിലൊക്കെ മുടിയിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കുക. അതിന് ഈ ഒരു എണ്ണ നമ്മുടെ മുടിയിൽ പിടിച്ചതിന് ശേഷം ഈ ഒരു മാസ്ക് നമ്മൾ മുടിയിൽ നല്ല പോലെ പുരട്ടി കൊടുക്കുക. നമ്മുടെ തലയോട്ടിയിലും അതേപോലെ നമ്മുടെ മുടിയിൽ ഫുള്ളായിട്ട് ഇത് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഇതൊരു അരമണിക്കൂറെങ്കിലും നമ്മളിത് മുടിയിൽ വെക്കുക. അപ്പോൾ ഒരു 45 മിനിറ്റൊക്കെ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ നല്ലൊരു ഷാമ്പു വെച്ചിട്ട് തന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി നല്ല പോലെ നമ്മുടെ മുടിയിലുണ്ടാവുന്ന പൊടി പടലങ്ങളും ചെളിയും അധികമുള്ള എണ്ണമയവും എല്ലാം പോയി കിട്ടും. മുടി നല്ല പോലെ സ്മൂത്തായിരിക്കും, നല്ല സിൽക്കി ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല ചകിരി മുടിയൊക്കെ ആണെങ്കിൽ ആ ഒരു റഫ്നെസ് മാറിയിട്ട് മുടി നല്ലൊരു സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ടാവും. നല്ല നമ്മൾ മുടി പിടിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ടിപ്സ് ഇതുപോലെ നമ്മൾ മുടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുടി നല്ല പോലെ വളരുകയും ചെയ്യും, നല്ല സ്മൂത്തായിട്ടിരിക്കുകയും ചെയ്യും. അതുപോലെ മുടി കൊഴിച്ചിലോ താരൻ്റെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഒരു തവണ ഇത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.